ഇന്ന് നമുക്കൊരു കുഞ്ഞു റെസിപ്പി വീഡിയോ ആയാലോ. ഈസി പീസി ടൊമാറ്റോ റൈസ്, തക്കാളി ചോറ്. അതിന് 3 തക്കാളി, 2 സവാള നന്നായിട്ട് കുഞ്ഞായിട്ട് സ്ലൈസ് ചെയ്യണം. നല്ല തിൻ സ്ലൈസ് ചെയ്ത് വെക്കാം. പ്യൂരി, നമുക്കിവിടെ 3 തക്കാളിയുടെ പ്യൂരിയാണ് വേണ്ടത്. കുക്കറിൽ 1 ടേബിൾ സ്പൂൺ ഗീയും, ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്, അതായിരിക്കും കുറച്ചുകൂടെ ടേസ്റ്റ്. അപ്പം സൺഫ്ലവർ ഓയിലും ഗീയും ഇട്ടിട്ട് ഇതിൽ ഈ ക്രാമ്പ്, കറുവ, സ്റ്റാർ അനീസ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ചേർത്ത് കൊടുക്കുക. എൻ്റെ ഇപ്പോൾ ഇതാണുള്ളത്, അത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒണിയനും കൂടെ ഇട്ട് നന്നായിട്ട് സോട്ട് ചെയ്യണം. അതൊരു നല്ല സോഫ്റ്റ് ആവണം. ഒണിയൻ നല്ല സ്മൂത്തായി സോഫ്റ്റ് ആയിട്ട് വേണം, ഒരു ബ്രൗണിഷ് കളർ വരെ നമുക്ക് നന്നായിട്ട് സോട്ട് ചെയ്യാം. എന്നിട്ട് 1 ടേബിൾ സ്പൂൺ ഞാനിവിടെ ജിഞ്ചർ ആൻഡ് ഗാർലിക് പേസ്റ്റും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ആൻഡ് ഗാർലിക് പേസ്റ്റ് ഇട്ട് നന്നായിട്ട് സോട്ട് ചെയ്യാം. അതിനുശേഷം ഞാനിവിടെ ഒരു 6 to 7 ഓഫ് കാഷ്യൂ നട്ട്സും കൂടെ ആഡ് ചെയ്യണം. ഇപ്പോൾ ആഡ് ചെയ്ത് കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇപ്പോഴേ ആയിട്ട് നന്നായിട്ട് ഇതാക്കണം. അതിനുശേഷം ഇവിടെ നമ്മൾ പ്യൂരി എടുത്ത് വെച്ചേക്കുന്നത് അതും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ആവട്ടെ. അതിനുശേഷം ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങളുടെ എരിവിനനുസരിച്ച് അത് യൂസ് ആക്കുന്നതായിരിക്കും. കാശ്മീരി ആകുമ്പോൾ കുറച്ചുകൂടെ കളറും കൂടെ കിട്ടും. അതും പിന്നെ ആവശ്യത്തിന് കുറച്ച് മഞ്ഞൾപ്പൊടിയും. ഞാനിവിടെ കൊറിയാൻഡർ മല്ലിപ്പൊടിയല്ല യൂസ് ചെയ്യുന്നത്, അതിന് പകരം ചിക്കൻ മസാലയാണ്. അതിൻ്റെ ഫ്ലേവർ ആയിരിക്കും കുറച്ചും കൂടി ടേസ്റ്റ്. ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയും ഇട്ട് ആവശ്യത്തിന് പഞ്ചസാരയിട്ട് നന്നായിട്ട് അത് നല്ല കുറുകുന്നവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് സോട്ട് ചെയ്ത് കുക്ക് ചെയ്യണം. ഇവിടെ ഞാൻ ജീരകശാലയുടെ 1 കപ്പ് റൈസാണ് എടുത്തെങ്കിൽ അത് നന്നായിട്ട് വാഷ് ചെയ്ത് നമുക്ക് അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. 1 കപ്പ് അരിക്ക് ഞാനിവിടെ 2 കപ്പ് വെള്ളമാണ് യൂസ് ചെയ്യുന്നത്. അപ്പം 2 കപ്പ് വെള്ളവും ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കണം. ഉപ്പ് വന്നിട്ട് അരി ഈ വെള്ളത്തിനേക്കാളും കുറച്ചുകൂടെ മുന്നിട്ടിരിക്കുന്നത്, എന്നാലേ റൈസ് കംപ്ലീറ്റ് ആയിട്ട് വെന്ത് വരുമ്പോൾ നല്ല കറക്റ്റ് ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ആവശ്യത്തിന് കൊറിയാൻഡർ മല്ലിയിലയും കൂടെ ഇട്ട് നമുക്ക് ക്ലോസ് ചെയ്ത് 2 വിസിൽ വരുന്നവരെ വെക്കാം. 2 വിസിൽ വന്നതിന് ശേഷം നമ്മളിവിടെ ടൊമാറ്റോ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നല്ല ടേസ്റ്റാണ്, നല്ലൊരു ഈസി പീസി റെസിപ്പിയാണ്. എന്ന് നമ്മൾ ചോറും അങ്ങനത്തെ കറിയും ഒക്കെ കഴിക്കുന്നേക്കാളും ഇങ്ങനെ വെറൈറ്റി ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവർക്കും